അങ്ങനെ വിശുദ്ധിയുടെ പൊൻനിറവിൽ മറ്റൊരു ക്രിസ്മസ് കൂടി വന്നെത്തുകയാണ്. ലോകമെങ്ങും തിരുപ്പിറവി ആഘോഷിക്കാനുള്ള അവസാനവട്ട തിരക്കിലാണ്. നാടും നഗരവും ക്രിസ്മസ് ലഹരിയിലേക്ക് കടന്നു കഴിഞ്ഞിരിക്കുന്നു. ക്രിസ്മസ് വിപണിയുടെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. കൊച്ചിയിൽ നിന്നും വിഷ്ണു പ്രകാശ് ചേരുന്നുണ്ട്. വിഷ്ണു, അങ്ങനെ ഒരുപാട് എല്ലാ നഗരങ്ങളിലുമൊക്കെ തന്നെ വലിയ ആവേശം കാണുന്നുണ്ട്. തിരുപ്പിറവി ആഘോഷിക്കാൻ ഇനി അധിക സമയങ്ങളില്ല. പ്രാർത്ഥനയായിരിക്കും ഇനി രാത്രിയിലൊക്കെ തന്നെ ദേവാലയങ്ങളിലൊക്കെ പ്രാർത്ഥനയിലേക്ക് കടക്കാൻ പോകുന്നു. ഇപ്പോൾ മേത്ര ബസാറിലാണ് വിഷ്ണു ഉള്ളത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അവിടെയൊക്കെ തിരക്ക് ആരംഭിച്ചു കഴിഞ്ഞ ഉച്ച കഴിയുമ്പോൾ. പ്രതീക്ഷ, ഇവിടെ ക്രിസ്മസിന്റെ എല്ലാ തിരക്കുകളും ഏതാനും ദിവസങ്ങൾ മുമ്പ് തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ അതിന്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ മണിക്കൂറുകൾ മാത്രമാണ് ഈ ക്രിസ്മസുമായി ബന്ധപ്പെട്ടുള്ള പ്രാർത്ഥനകളും മറ്റു ചടങ്ങുകളിലേക്ക് കടക്കാനായി. അതിനു മുൻപ് ഒരിക്കൽ കൂടിയുള്ള എല്ലാ സാധനങ്ങളും വാങ്ങാനായിട്ടുള്ള ഒരു തിരക്ക് ഇപ്പോൾ ഉണ്ട്. ഏകദേശം കഴിഞ്ഞ നവംബറോട് കൂടിയാണ് ഈ മേത്ര ബസാറിൽ ഈ പ്രത്യേകം സ്റ്റാളുകൾ തയ്യാറാക്കിയിരിക്കുന്നത്. നമുക്ക് ഈ പാതയോരം കണ്ടാൽ അറിയാം. ഈ പാതയോരത്തിന്റെ ഒരു വശത്ത് സ്ഥിരമായിട്ടുള്ള കടകളുണ്ട്, മറുവശം പാർക്കിംഗ് സ്പേസ് ആണ്. അപ്പോൾ ഈ ക്രിസ്മസ് സീസൺ വരുമ്പോഴാണ് ഇവിടെ ധാരാളമായി ഇങ്ങനെ കടകൾ വരുന്നതും ഈ ക്രിസ്മസ് വിപണി കേന്ദ്രീകരിച്ചുള്ള കടകൾ വരുന്നത് ഈ ഒരു സമയത്താണ്. അപ്പോൾ അതിന്റെ ഒരുക്കങ്ങളാണ് ഈ ഓരം മൊത്തം ഇപ്പോൾ കാണുന്നത്. ദൃശ്യങ്ങൾ കാണുന്ന എല്ലാം ഈ ക്രിസ്മസ് വിപണി കണക്കാക്കി വന്നിരിക്കുന്ന കടകളാണ്. നവംബറോട് കൂടി ആരംഭിച്ച കടകളാണ്. ഇപ്പോൾ വലിയ രീതിയിലുള്ള പുതിയ ഐറ്റംസ്, ഇപ്പോൾ നക്ഷത്രങ്ങൾ കാണാം, അതുപോലെ പുൽക്കൂട്, ക്രിസ്മസ് ട്രീ അടക്കമുള്ള എല്ലാ സാധനങ്ങളും ഇപ്പോൾ എറണാകുളത്ത് എത്തും. കൊച്ചിക്കാരെ സംബന്ധിച്ച് കൊച്ചിക്കാർ ഒരു ക്രിസ്മസ് ആഘോഷത്തിന്റെ അവർക്ക് ഒഴിവാക്കാൻ ആകാത്ത ഒരു ഇടമാണ് മേത്ര ബസാർ. മേത്ര ബസാറിൽ വന്നാൽ വിവിധ വെറൈറ്റികളിലുള്ള ഓരോ വർഷത്തെയും പുത്തൻ സാധനങ്ങൾ, അതുപോലെ വിവിധ വെറൈറ്റികളിലുള്ള സാധനങ്ങൾ വളരെ മിതമായ വിലയ്ക്ക് കിട്ടുമെന്നുള്ളത് കൊണ്ട് തന്നെ ധാരാളമായിട്ടുള്ള ആളുകൾ കൊച്ചിയിലുള്ള ഈ മേത്ര ബസാറിലേക്ക് എത്താറുണ്ട്. അത്തരം വലിയ തിരക്ക് ഇവിടേക്ക് എത്തുന്നുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ കച്ചവടക്കാരൊക്കെ ഉണ്ട്. ചേട്ടാ, കച്ചവടം എങ്ങനെയുണ്ട്? കച്ചവടം കുഴപ്പമില്ല. എന്തൊക്കെ ഇത്തവണത്തെ വെറൈറ്റി ഐറ്റംസ്? വെറൈറ്റി എന്ന് പറയുമ്പോൾ ഇതായി കാണുന്ന ബബിൾസ് ബോൾസ്, LED ലൈറ്റ് ഐറ്റംസ് ഒക്കെ സെയിലൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട്. കുഴപ്പമില്ല. പക്ഷെ പഴയ കഴിഞ്ഞ പ്രാവശ്യത്തെ അത്രയും ഹോൾസെയിലുകാർ ഇപ്രാവശ്യം വന്നിട്ടില്ല. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർക്ക് കച്ചവടം കുറഞ്ഞ കാരണം അവർ ഇപ്രാവശ്യം എടുത്തിട്ടുമില്ല, ചെയ്തിട്ടുമില്ല. പിന്നെ നോർമലി ഉള്ള തിരക്കും കൂട്ടത്തിൽ പുറത്തുനിന്നുള്ള വരുത്തന്മാരുടെ വരവും അങ്ങനെയൊക്കെ കൂടിയിട്ടുള്ള കച്ചവടമാണ് ഇപ്രാവശ്യം പിടിച്ചേക്കണേ. എന്നാലും വലിയ മോശമില്ലാത്ത കച്ചവടം ഉണ്ടെന്ന് പറയാം. ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പാണോ നിങ്ങൾ? എത്ര വരെ ഉണ്ടാവും കടയൊക്കെ? ഇന്നിപ്പോ 12 മണിക്കുള്ളിൽ എല്ലാം തീർത്തിട്ട് എല്ലാവരും ഒതുക്കി പൂട്ടി ഇവിടുന്ന് പോകാനുള്ള പരിപാടി നോക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വില കുറച്ച് ഇന്നത്തോടുകൂടി തീർത്തു കൊടുത്തോണ്ടിരിക്കുക. എന്തായി ക്രിസ്മസിന്റെ ഒരുക്കൊക്കെ? ഞങ്ങളൊരു മാനം മേടിക്കാൻ പോയത്, ഒന്നും കിട്ടാനില്ല, ഭയങ്കര തിരക്കായി പോയി. ഇവിടെ വന്നിട്ട് ഇപ്പൊ നോക്കിയിട്ടും കിട്ടിയില്ല. ഇതിലൊക്കെ കിട്ടിയില്ല. ചെറുതേ ഉള്ളൂ, വലുതാണ് ഞങ്ങളൊരു മീഡിയം ടൈപ്പ് അന്വേഷിക്കുന്നത്. ഇവിടെ എല്ലാ കടകളിലും കയറിയാണ് കിടക്കുന്നത്. പിള്ളേർക്ക് അതാണ് ഇഷ്ടം. അപ്പൊ അത് നോക്കി തന്നെയാണ്. ഉൾക്കൂടൊക്കെ ഉണ്ടാക്കിയോ? ഇവിടെ ഉണ്ടാക്കുകയാണോ ചെയ്യാതെ വാങ്ങുകയാണോ ചെയ്യുന്നത്? തന്നെയൊക്കെ പായെല്ലാം ആയിട്ടുണ്ട്. ഈ വീട് എവിടെയാ? ഇപ്പോ പറവൂരടുത്തുനിന്ന് വന്നിരിക്കുന്ന ഒരു ഫാമിലിയാണ്. അപ്പോൾ ഈ എറണാകുളത്തിന്റെ തന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇവിടേക്ക് ധാരാളമായി എത്തുന്നുണ്ട്. കാരണം നേരത്തെ സൂചിപ്പിച്ചത് തന്നെയാണ് അതിലെ പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ മേത്ര ബസാറിൽ എത്തിക്കഴിഞ്ഞാൽ ധാരാളമായിട്ടുള്ള ആളുകൾ ഇവർക്ക് വിലക്കുറവിൽ ഈ സാധനങ്ങൾ കിട്ടും. ഒരുപാട് വെറൈറ്റികളായിട്ടുള്ള സാധനങ്ങൾ കിട്ടും. ഇപ്പോൾ ഒരു ക്രിസ്മസ് ട്രീ അലങ്കരിക്കാൻ വേണ്ട എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടെ കാണാം. അപ്പോൾ അതിന് വേണ്ട അലങ്കാര മാലകളുണ്ട്, അതുപോലെ നക്ഷത്രങ്ങളുണ്ട്, മാലയിൽ തൂക്കാനുള്ള ബോൾസ് ആയിട്ടുള്ള അത്തരം ഉള്ള കാര്യങ്ങളും എല്ലാം ഇവിടെ കിട്ടും. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കുറെ വർഷങ്ങളായി എറണാകുളത്തുകാരുടെ ഒരു പ്രധാനപ്പെട്ട ഇടമാണ് ക്രിസ്മസ് ആയാൽ പ്രധാനപ്പെട്ട ഇടമാണ് മേത്ര ബസാർ. അത് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ എത്തുന്നുണ്ട്. ചേട്ടാ, എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ കൊച്ചി. എന്തൊക്കെയാ വാങ്ങിയത്? അല്ല, ഞാൻ ജസ്റ്റ് ഒരു കോസ്റ്റ്യൂം മാത്രം വാങ്ങിക്കാൻ വേണ്ടി വന്നത്. അങ്ങനെ എല്ലാം ഇല്ല. ക്രിസ്മസിന്റെ ഒരുക്കമാണോ ചേട്ടാ? ക്രിസ്മസ് ഒക്കെ അടുത്തുകൊണ്ടിരിക്കുന്നത്. വൈകുന്നേരം ഞാൻ തോരണമൊക്കെ അങ്ങനെ തൂക്കണം, അത്രേ ഉള്ളൂ. കാര്യങ്ങളൊക്കെ സെറ്റായോ? എല്ലാം സെറ്റപ്പ് ചെയ്താണ്. കുറച്ച് തോരണം മേടിക്കാൻ ഇറങ്ങിയതാണ്. ചേച്ചി, ക്രിസ്മസിന്റെ ഒരുക്കങ്ങൾ എന്തായി? അങ്ങനെ പറയാൻ കുറച്ച് നാണമുള്ള ആളുകളുണ്ട്. ഏതായാലും ക്രിസ്മസിന്റെ ഒരു കച്ചവടം ഇവിടെ തകൃതിയായി നടക്കുകയാണ്. ഏതായാലും വരും ഇനിയിപ്പോൾ നിസ്സാര മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ ഈ കച്ചവടക്കാർക്കാണെങ്കിലും അവർക്ക് ഈ കടകളെല്ലാം എത്രയും പെട്ടെന്ന് പൂട്ടി, അതായത് ഇവരുടെ കച്ചവടത്തിന് ഈ കച്ചവടം അവസാനിപ്പിച്ച ശേഷമാണ് അവരുടെ ക്രിസ്മസും ആഘോഷങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിന് വേണ്ട ഒരു ഒരുക്കങ്ങളും തുടങ്ങിയിട്ടുണ്ട്. പല കടകളും ഇപ്പോൾ ഏകദേശം അടയ്ക്കുന്ന അതിന്റെ സാധനങ്ങളെല്ലാം ഒതുക്കി. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, മാസങ്ങളായി തുടങ്ങിയിട്ടുണ്ട്. നവംബറോട് കൂടി തന്നെ ഇവിടെ കച്ചവടങ്ങൾ ആരംഭിച്ച ഒരു സമയമാണ്. അപ്പോൾ നവംബർ കഴിഞ്ഞ് ഇപ്പോൾ ഡിസംബർ 24 ഇന്നോടുകൂടി ഉള്ളൂ ഈ ഒരു കച്ചവടങ്ങളും മറ്റുമുള്ളത്. ചേച്ചി, എന്താ വാങ്ങിയ? നക്ഷത്രം വാങ്ങിക്കാൻ വന്നതാ. കിട്ടി. ഒരുക്കങ്ങൾ എന്തൊക്കെയാ വീട്ടിലെ ക്രിസ്മസിന്റെ? വീട്ടില് പുൽക്കൂടൊക്കെ വെച്ചിട്ടുണ്ട്, ക്രിസ്മസ് ട്രീ വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പൊ നക്ഷത്രം ഷോപ്പിലേക്കാ കുറച്ച് ലൈറ്റ്സ് ഒക്കെ ഇടാനായിട്ട്. ഞങ്ങൾക്കൊരു ഷോപ്പുണ്ട്, അപ്പൊ ഷോപ്പിലേക്ക് ഇടാനായിട്ടാ.
രാത്രി പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആ അതൊക്കെ ഉണ്ടാവും. ഭക്ഷണ കാര്യങ്ങളൊക്കെ എല്ലാം ആയോ? അതൊക്കെ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നു. ചില മക്കള് പുറത്താണ്, ഇപ്പൊ ഒരാളെ ഉള്ളൂ ഇവിടെ. ചിലട്ടെ ഇവിടെ തന്നെയാണ് വർഷങ്ങളായിട്ട് വരാറുള്ളത്? ഞാൻ ഇവിടെ നിന്ന് തന്നെയാണ് വാങ്ങാറ്, വർഷങ്ങളായിട്ട് ഇവിടെ നിന്ന് തന്നെയാണ് വാങ്ങാറ്. എന്താ അതിന്റെ വർഷങ്ങളായിട്ട് ഇവിടെ തന്നെ വരാനുള്ള ഒരു കാരണം? ലാഭവും പിന്നെ എറണാകുളത്ത് ബ്രോഡ്വേക്കകത്ത് ലാഭമില്ലെന്ന് പറയാൻ പറ്റുമോ? ഏറ്റവും ലാഭമുള്ള സ്ഥലമല്ലേ. നമുക്ക് ചോദിച്ച് പറഞ്ഞ് അറിയാവുന്ന കടകളുവാ ധാരാളം. അതാണ് ഇത് ക്രിസ്മസിന്റെ ഒരുക്കങ്ങളിലാണ് ഏതായാലും എറണാകുളം ജില്ലയല്ല കേരളം ഒരുപാട് കേരളം മൊത്തത്തിൽ ഒരു ക്രിസ്മസ് ആവേശത്തിലോട്ട് കടക്കുകയാണ്. അതിന്റെ അവസാനവട്ട ഒരുക്കത്തിലാണ് ഇപ്പോൾ ഈ ആളുകൾ ഓരോരുത്തരും ഉള്ളത്. ഇനിയിപ്പോൾ ഈ ക്രിസ്മസ് വിപണി സജീവമാക്കി അതിന്റെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി വൈകിട്ട് രാത്രിയോടുകൂടി പാതിരാ കുർബാന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് വിശ്വാസികളായിട്ടുള്ളവർ കടക്കും. അപ്പോൾ അതിന് മുന്നോടിയായി ക്രിസ്മസിനെ വരവേൽക്കാൻ, ക്രിസ്മസിന്റെ ആ ഒരു സന്തോഷം പങ്കിടാൻ, അത് ഏറ്റവും നല്ല രീതിയിൽ തന്നെ ക്രിസ്മസ് ആഘോഷിക്കുക എന്ന ലക്ഷ്യത്തോടെ അതിനുവേണ്ട ഒരുക്കങ്ങൾ ഇവിടെ എറണാകുളത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കച്ചവടം അതിന്റെ അവസാന ഘട്ടത്തിലും പൊടി പിടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും.